നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു രൂപയ്ക്ക് രണ്ടെണ്ണമൊക്കെ കിട്ടിയിരുന്ന ഒരൈറ്റാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. എന്താ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് മനസ്സിലായവരെ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ മുഴുവൻ കാണുന്നതിന് മുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/3 കപ്പ് നെയ്യൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു സമയത്ത് ഇത് നല്ല ക്രീമി ആയിട്ട് വരും. കട്ടകളൊക്കെ ശരിക്കും ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുക. നന്നായിട്ട് തണുത്ത ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. പാൽപ്പൊടി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി ഞാനിതാ ഇതുപോലെ ഒരു സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഡോ അതിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അമർത്തിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. പാൽക്കോവയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തണുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റാണ്, പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ പാൽക്കോവയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. താങ്ക്